മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ MES കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6-ന് 3 മണി മുതൽ കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. MES കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ജൂൺ 6-ന് ശനിയാഴ്ച 3 മണിക്ക് കാഞ്ഞങ്ങാട് ബിഗ് മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് സി മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ കലക്ടർ മാഹിൻ ഹാജി MLA, AKM അഷ്റഫ് MLA, K നീലകണ്ഠൻ MLA, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA, സന്ദീപ് വാര്യർ MLA എന്നിവർക്ക് സ്വീകരണം നൽകും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റാണ് MES എന്ന് പറയുന്നത്. അതിൻ്റെ ഇപ്പോഴുള്ള പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഗഫൂറിൻ്റെ മകൻ ഡോക്ടർ ഫസൽ ഗഫൂറാണ്. അപ്പോൾ അതിൻ്റെ 60 വർഷം പിന്നിട്ട MES അതിൻ്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിട്ടാണ് കാസർഗോഡ് ജില്ല MESന്റെ വിദ്യാഭ്യാസ സമ്മേളനവും അനുബന്ധ ചടങ്ങുകളും ഈ 6-ാം തീയതി ശനിയാഴ്ച കാഞ്ഞങ്ങാട് മോൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതോടനുബന്ധിച്ച് ജില്ലയിലെ പുതുതായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്കുള്ള സ്വീകരണം, അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യകാല പ്രസിഡന്റും പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും വിശുദ്ധനുമായിട്ടുള്ള ഡോക്ടർ KP മുഹമ്മദ് കുഞ്ഞി ഉപ്പള അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ച് ഫസൽ ഗഫൂർ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവാർഡ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സമ്മേളനത്തിലെ വിഷയാവതരണം ഡോക്ടർ ഖാദർ മാങ്ങാട് അവതരിപ്പിക്കും. ഉപഹാര സമർപ്പണം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലീം, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി എന്നിവർ നിർവഹിക്കും. OC സലാവുദ്ദീൻ, CT സക്കീർ ഹുസൈൻ എന്നിവർ പ്രബന്ധ അവതരണം നടത്തും. ആരിഫ് കാപ്പൽ സ്വാഗതവും BM മുഹമ്മദ് കുഞ്ഞി നന്ദിയും പറയും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് C മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി ആരിഫ് കാപ്പൽ, ട്രഷറർ KC ഇർഷാദ്, വൈസ് പ്രസിഡന്റുമാരായ A ഹമീദ് ഹാജി, മവൽ മുഹമ്മദ് മാമു, ജോയിന്റ് സെക്രട്ടറിമാരായ BM മുഹമ്മദ് കുഞ്ഞി, ഫാറൂഖ് ഖാസ്മി എന്നിവരും BK സാലിം, ബഷീർ ആറങ്ങാടി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.